അലീനെ പറഞ്ഞ ഡയലോഗ് എന്തായിരുന്നു അലീനെ? അതൊന്ന് പറഞ്ഞു മോനെ ഒന്ന്. സാറേ സാറിന്റെ കൈവശം വെച്ചതിനെതിൽ സാറിനെ കഫ് ചെയ്യുന്നുണ്ട്. നമ്മള് എന്താ പറയാ നമ്മുടെ അതാണ്ട ഭാര്യയുടെ തോളത്ത് ഇത് കണ്ടോ? ഹലോ ഹലോ അച്ഛനെ കൂയല്ലേ? എന്തായിരുന്നു കൂതൊക്കെ? അല്ല ഈ ബിൽഡിങ്ങിന് ഇതെന്താ സംഭവം? എന്താ ഇത് കോഴി കഫേ? കോയ് കഫേ. ഓക്കെ ഓക്കെ, ഇത് കഫേ ആണല്ലേ? എന്തൊക്കെ കഴിക്കണ്ട മെനു ഇവിടെ? ഞങ്ങള് ഡിയോജയാ, കോഴി കഫേ അല്ല. ഓ ഡിയോജൻ അല്ലേ? ഹായ് ഹായ് സാർ, ഹൗ ആർ യു? പേരെന്താ സാറിന്റെ? എന്റെ പേര് ചന്ദ്രൻ, ചന്ദ്രബോസ്. ആഹാ, സാറിന്റെ കുടുംബമാണോ? അതെ, ആ കുടുംബമാണ്, ചെറിയൊരു കുടുംബത്തിലെ അംഗമാണ്. അങ്ങനെ പോകുന്നു. അപ്പൊ ഞാനിവിടെ അപ്പുറത്ത് വണ്ടി ശരിയാക്കാൻ വന്നപ്പോ ഇവിടെ ആരോ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, ഇവിടെ പോയിട്ട് കൂവെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരോ വരുമെന്ന്, അങ്ങനെ എന്തോ. ഏതാ കുടുംബം? ഞങ്ങൾ ടി വി തക്കടുവാ. നിങ്ങളുടെ നീഗൻ സ്മിത്ത്? നീഗൻ സ്മിത്ത് ഞങ്ങളല്ല. അല്ലല്ലേ? അല്ല, എന്ത് പറ്റി? എന്താ സാറേ എനി പ്രോബ്ലം? ഒരു വാറന്റി കിടപ്പുണ്ടായിരുന്നു നീഗൻ സ്മിത്തിന്റെ പേരിൽ. എന്താ കേസ് എന്താന്ന് പറയാ സാറേ? ഞാൻ സംസാരിക്കാം, എനിക്കറിയാം. ഫയറിംഗ് അല്ലേ സാറേ? എന്തോ ആളെ കൊല്ലാൻ നോക്കി അങ്ങനെ. കണ്ണാപ്പി നിങ്ങളുടെ ഫാമിലുള്ള തന്നെയല്ലേ? അതെ 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 അതെ. അന്ന് ഒരു കേസിന്റെ ബാലൻസ് എന്ന രീതിയിലാണ് ഇപ്പം കണ്ണാപ്പിക്കെതിരെ വാറന്റ്, കണ്ണാപ്പി പോട്ടായിരുന്നു നീഗൻ സ്മിത്തിനെതിരെ വാറന്റ് കിടക്കുന്നത്. ഓക്കെ ഓക്കെ. ഉണ്ടായിരുന്നു സാറിന്റെ പേര് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലല്ലോ സാറേ, അത് ഞാൻ നിരപരാധിയാണെന്ന് തെളിയുന്ന വിശ്വാസം. ഇപ്പൊ ഇല്ലല്ലോ. അതാ ഇതാരാ? സാർ അതെന്റെ മകനാണ്. മകനാണല്ലേ? നല്ല മകൻ. സാറേ ഞങ്ങളെ സ്റ്റേഷനിൽ വിളിക്കുന്നത്, ഞങ്ങൾ അന്ന് അങ്ങോട്ടൊന്ന് പോയിട്ടെ, ചെറിയൊരു പെറ്റി കേസ് ഉണ്ട്. അപ്പൊ അന്ന് കുറച്ച് കേസ് അതിനൊന്ന് വന്നേ. പൊളിശരത്തിന് ഇടിച്ച് ഉറക്കോല അവനെ അവിടെ ഇട്ട്. ഇത് പൊളിശരത്തിന്റെ അല്ല, മറ്റങ്ങനെ പോയാ കേക്കെ പോയാ. എവിടെ നമ്മളെ വണ്ടി? ഓക്കെ, ഒരു കണ്ണിരിക്കട്ടെ, എന്തായാലും ആവശ്യം വരും. ചന്ദ്രു വണ്ടി ഇപ്പുറത്തുണ്ടേ. എവിടെ? എന്നാ അതി പോവാ. നമ്മളൊന്നും അറിഞ്ഞില്ല കേട്ടോ, ഒന്നും അറിയാത്ത രാമനാരായണ എന്നുള്ള മക്കളോടൊപ്പം നമ്മളൊന്ന് പീടി പോയിട്ട് വരാവേ. ചന്ദ്രു വണ്ടിയുടെ സൗണ്ട് ഓഫ് ആക്കാൻ അറിയാവോ? വണ്ടിയുടെ സൗണ്ടോ? അതെങ്ങനെ ഓഫ് ആക്കും? അതറിയത്തില്ല. ഇല്ല, വണ്ടിയുടെ സൗണ്ട് ഓഫ് ആക്കാനോ? ഓഫ് ആയതല്ലേ? അല്ല, വണ്ടി ഓടിച്ചോണ്ടിരിക്കുക ഞാനിപ്പോഴും. സൗണ്ട് ഓഫ് ആക്കി ഞാൻ തിരിച്ചങ്ങോട്ട് വിടാം. അത് ഇറക്കത്തിലേ പറ്റത്തുള്ളൂ. കണ്ടോ? ഒന്ന് സ്റ്റേഷനിലോടൊന്ന് പോവാ, നമുക്ക് അത്യാവശ്യം. പെട്ടെന്ന് ഇപ്പൊ എല്ലാരും പഠിച്ച് ഒരു വട്ടം അണ്ണനെ പറ്റിച്ച് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. എന്തൊക്കെ ഞാൻ ചന്ദ്രു എന്ത് വന്നാലും അകത്തോട്ട് കയറല്ലേ? അകത്തോട്ട് കയറിയ കണ്ണും എല്ലാം പോയി. ഓക്കെ ഓക്കെ. അരിനിങ്ങന്നേ ഞാൻ വെടിവെക്കാൻ ആ വണ്ടിക്കകത്ത് വെച്ചാ പോരെ? ഇല്ല എന്ന് മാത്രമല്ല. എന്നാ എന്റെ കൂടെ വെച്ചോ. അല്ല, എന്നെ കൊണ്ടുപോയില്ലോ സാർ.
ചന്ദ്രബോസാണ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് സാർ ചോദിക്കാം. മിസ്റ്റർ ചന്ദ്രബോസിനെ ആരായിരുന്നു വിളിപ്പിച്ചത്? റേഡിയോ കേൾക്കാവോ? ചന്ദ്രബോസ് സാറിനെ ആരാണ് വിളിപ്പിച്ചത്? റേഡിയോ റേഡിയോ ഹലോ ടീച്ചർ എന്ത് ആരാണ് റിപ്പോർട്ടിംഗ് വിളിപ്പിച്ചത്? ചന്ദ്രബോസ് സാർ ആപ്പ് അകത്തോട്ട് ടു വരും സാർ. പീഡി. എന്താ? സാർ അകത്തോട്ട് വരും സാർ. അകത്ത് വരും. ആ ഓക്കെ. ചന്ദ്രബോസ് ആപ്പ് ടു പീഡി. എന്തൊരു ആപ്പ്? ആ HQ ഹൈ ക്വാളിറ്റിയാ? എന്ത് നീ എന്തിനാണ് ഇതൊക്കെ ഇട്ട സൂര്യ? റിപ്പോർട്ടിംഗ് ചന്ദ്രബോസ് അപ്പ് എന്താണ് നിന്റെ പ്രശ്നം? ഇവൻ എന്തിനാ നാളെ? ഇവിടെ ഓക്കെ സാർ. മോണ്ടറാണോ വിളിപ്പിച്ചത്? ഇവിടെ സംസാരിക്കണ സൂര്യ, സംസാരിക്കട്ടെ അവര്. ഹലോ ഞാൻ മാത്രം. ഓക്കെ ഞാൻ പോട്ടെ അല്ലേ? പോയിട്ടോ. ഞാൻ അവിടെ വരാം. നാളെ വെയിറ്റ് ചെയ്തു. ഹലോ തങ്കപ്പ സാറേ. സാർ ഞെക്കണോ സാർ ഞെക്കണോ? വേണ്ട ഞാൻ നിൽക്കണം സാറേ. പിന്നെ നമ്മൾ വിളിപ്പിച്ചത് പറഞ്ഞാ നമുക്ക് അവിടെ നമ്മുടെ റിപ്പയർ ചെയ്യുന്നൊരു കോള് വന്നായിരുന്നു. ഒരു സിറ്റുവേഷൻ വിളിച്ചായിരുന്നു. ഓക്കെ കണ്ടോ? അവിടെ ഫയറിംഗ് എന്ന് പറഞ്ഞു. നമ്മളവിടെ ചെന്നപ്പോ 2 ബോഡീസ് അവിടെ ഡൗൺ ആണ്. ഓക്കെ അപ്പൊ നമ്മളത് അവരെ 2 പേരെയും നമ്മള് പീഡിയിലോട്ട് കൊണ്ടുവന്നു. അവരപ്പൊ തന്നെ പൊങ്ങിയായിരുന്നു. ഓക്കെ ഒരാളെ നമ്മളിപ്പോ എക്സ്എംഡിനെ അവിടെ നിന്ന് വിളിപ്പിച്ചു. എക്സ്എംഡിനെ കൊണ്ട് ഒരാള് പൊങ്ങി, ഒരാള് എക്സ്എംഡിനെ കൊണ്ട് നമ്മള് പൊക്കിച്ചു. ഹലോ സാറോ കുഴപ്പമില്ല സാറോ ഒരുമിച്ചല്ലേ വന്നേ? പരിപാടി കാണിക്കുന്നേ. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഞങ്ങളൊരു ബന്ധമില്ല. എന്താ പറയുന്നേ സാറേ? തമ്മിൽ എന്താ ബന്ധം? എനിക്ക് കേൾക്കണം. ചന്ദ്ര സാറാ. ഞങ്ങൾ പേഴ്സണൽ സംസാരിക്കണം. സാർ നമുക്ക് ഇവിടെ സംസാരിക്കാം. ഓപ്പൺ സ്പേസ് അല്ലേ? അല്ല സാർ അന്ന് അകത്തോട്ട് തന്നെ സാർ. അവിടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. ഇവിടെ സംസാരിക്കാം. എനിക്ക് ഇതായിരുന്നു കുറച്ചുകൂടി കൺവീനിയന്റ്. സാർ ഒരു സെക്കൻഡ്. എന്റെ നിലവിളി കേട്ട ഓടി വന്നോണേ. സാറാ നെഗറ്റീവ് ഇല്ല നെഗറ്റീവ്. സാറേ പറഞ്ഞു. ഓക്കെ നമുക്കപ്പോ ഒരു റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. വെയിറ്റ് സാധനം കാണിച്ചത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ മുതുക്കിലെ ആള് ഇതായിട്ടായിരുന്നു കിടന്നത്. അപ്പം സൗണ്ട് സാറേ എടുത്തു. സാറിന് കാണാമോ? There was a girl. I asked her name, so she said some name I don't remember, and she asked my name. I said Poli Sharath. So this guy came and said ende pere Poli illatha Sharath. So I respectfully asked him, okay, അങ്ങോട്ടേക്ക് മാറി നിക്കി. അങ്ങോട്ട് മാറി. Okay. She was very rude and abusing me. So he was very abusing me. I ran away, and when I was in the beach, he came and hit me with the car, and he get down from his vehicle and hit me. ഇങ്ങനെ ഹലോ മേഡം മേഡത്തിന് കാഫിയാണ്. Being very bad communication. I hope will get നീതിയാ ഇത്ര ഇംഗ്ലീഷിന്റെ ഇടയ്ക്ക് നീതി മലേ. In his car there was a name Chandra Bose. I hope he will get ചന്ദ്ര സാറേ. Oh, okay. സാർ ഒരു കേസ് ഉണ്ടായിരുന്നേ. അത് കേസ് കണ്ടായിരുന്നു. കേസ് ഫയൽ ഉണ്ടായിരുന്നു. കേസ് ഫയൽ വായിച്ചായിരുന്നു. ഇപ്പം സാർ എന്റെ കൂടെ പിടിച്ചോണ്ട ആൾക്കാരൊന്നും ചെയ്യില്ല സാർ. അവര് എന്താ അറിയേണ്ടി വന്നതാണ് സാർ? അല്ല അവരെ പുറത്തോട്ട് ഇറക്കിയെന്നുള്ളൂ. അപ്പൊ പോലീസടുത്ത് എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരു പരാതി തന്നിട്ടുണ്ട്. ആളുടെ മർഡർ ചെയ്തു, അസോൾട്ട് ചെയ്തു, മർഡർ ചെയ്ത് അയാൾക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റത്തില്ല. മർഡർ ചെയ്തിട്ടില്ല.
മാഡർ ചെയ്തില്ല സാറേ. മാഡർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പിന്നെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. പുള്ളി നോക്കൗട്ട് ചെയ്തെന്നാണ് ഉദ്ദേശിച്ചത്. നോക്കൗട്ടായി, തല ഇറങ്ങി വീണു അല്ലേ? സാറെന്തോ ഫിസ്റ്റ് അടിച്ചെന്ന് പറഞ്ഞാണ് കംപ്ലൈന്റ്. ഇല്ല സാറേ, ഞാനൊരു അടി കൊടുത്തായിരുന്നു സാറേ, പക്ഷെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല സാറേ. പക്ഷെ ആളിപ്പം നമുക്കൊരു കംപ്ലൈന്റ് തന്നിട്ടുണ്ടേ സാറേ. ആളൊന്ന് വിളിപ്പിക്കാൻ പറ്റുമോ? ആള് മണ്ടക്കുണ്ടല്ലോ. എന്നാ സാറേ സംസാരിക്കുന്നു. സാറേ ഈ കേസില് സാറേ അലീന എന്ന് പറഞ്ഞ ആള് ഈ കേസില് പാർട്ടടാ. ആ ഗേളിനെ മെൻഷൻ ചെയ്തില്ലേ സാറേ? സാർ ഒരു സെക്കൻഡ് സാർ കേൾക്കുന്നുണ്ടോ സാർ? ഓക്കെ സാർ, അപ്പൊ ആ കേസിലുള്ള ഗേളില്ലേ, ആ ഗേളാണ് പുറത്തേക്കുന്നത്. പുള്ളിക്കാരത്തെ കൂടെ ഒന്ന് വിളിക്കാവോ? എന്നാ കുറച്ച് ക്ലാരിറ്റി കിട്ടു വരുമോ? ഓക്കെ ഓക്കെ പിടിച്ചിട്ടുണ്ട് ആള് ജയിലിൽ. ജോർജ് മാർട്ടിൻ സാറേ, ഹിലി എന്ന് പറയുന്ന ആളുടെ കുടുംബ പേരാണ്. ആളുടെ ശരിക്കുള്ള പേര് വേറെയാണ്. പുള്ളി സെല്ലിൽ ഇരുന്നാന്ന് തോന്നുന്നു കോൾ കൊടുത്തു. അകത്ത് കയറി വാടി. പുറത്തുനിന്ന് പറഞ്ഞാ കണ്ണൊന്നും എന്റെ ഇല്ല. ചന്ദ്രൻ സാറേ ഇങ്ങോട്ട് വാ. സാറേ ആ ഗേള് നമുക്ക് മണ്ടയ്ക്ക് വരുന്ന സംസാരിക്കാം. ചന്ദ്രനെ പുറത്തു വിട്ടേ. ചുമ്മാടാ, അവന്റെ ബിസിനസ്മാന്റെ അരി എല്ലാം പോയി കുത്തുപോലെടുത്തിക്കുമ്പോ അവന്റെ ബിസിനസ്മാൻ. സാറും ഈ മാമും ബാക്കിയുള്ളവരൊന്ന്, മാമും ചന്ദ്രൻ സാറും മാത്രമേ ഉള്ളൂ, എന്നിട്ട് ബാക്കിയുള്ളവരൊന്ന് പോവോ? സാർ അവര് അലീന വേണം. സംസാരിക്കില്ല, അവരോട് ഇരുന്നോളൂ. ബുദ്ധിമുട്ടുന്നുണ്ടോ? സൂര്യ സംസാരിക്കല്ലേ? എന്താണ് ഇടിച്ചെന്ന് ഉറക്കും, മനസ്സിലായ? ഒന്നുമില്ലടാ, പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഇറങ്ങിയാലേ നിന്നെ ഇടിച്ചങ്ങ് ഉറക്കും നിന്നെ, കേട്ടാ? നീ കേസ് ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ചവിട്ടി അങ്ങ് കീറും നിന്നെ. മനസ്സിലായ? ശരിയടാ, അവിടെ നിന്റെ അടുത്ത് ഞാൻ സംസാരിക്കില്ല. ചോര തെറിച്ച് കേട്ടാ. ഇരിക്കാൻ പറ, അവിടെ ഇല്ല അവന്റെ അടുത്ത്. കേസല്ല പൈസ ഇല്ലാതെ എന്ത് അരി പറക്കാനാണ് ഇവിടെ വന്നത്? കേസ് കാശാവും, കോടികളാവും. വക്കീലിനെ വിളിച്ചു കഴിഞ്ഞാൽ കോടികളാവും, കൊടുക്കാണ്ടല്ലേ? കാരണം നിന്നെ പുറത്തിറക്കുമ്പോ ഞാൻ തട്ടും എന്തായാലും, അത് രണ്ടാമത്തെ കാര്യം. നീ മരിക്കാൻ പോണ ആൾ എന്തിനാ ഇത്ര കാശ് സെൻഡ് ചെയ്യണേ? ഇത് കേസായിട്ട് നീ പോവാണെങ്കിൽ നിന്നെ തട്ടും ഞാൻ എന്തായാലും. ഇറങ്ങി ഓടിയാട്ടാ. അറിയത്തില്ല. നീ പറയണ അവനാണ് മറ്റേ ഡയലോഗ് അടിച്ചത്. അവിടെ നിന്ന് എന്നെ കൊണച്ചെന്ന് പറഞ്ഞ എന്റെ അടുത്ത്, കേട്ടാ? ഞാൻ പറഞ്ഞ എല്ലാത്തിനും യെസ്. ഓക്കെ. ഇല്ല, ഞാനങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒറ്റയായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തിനു ഞാൻ ചെയ്യണം? പേടി പോയാടേ. വാ, ഇവിടെ ഇരി. നിനക്ക് എവിടെയാണ് വേദന? ഇടിച്ചല്ലേ? ഇവിടെ തലയുടെ സൈഡില്. കൊട്ടച്ചൊക്കെ നിനക്ക് ഒരു 500 രൂപ അങ്ങോട്ട് തരും. 500 എന്താ? എന്നാ ഒരു 1000 രൂപ തരാം.
കേസങ്ങ് ഒതുക്ക്. കേസ് ക്ലോസ് ചെയ്. ഞാന് ഇന്നലെ വന്നിട്ടുള്ള എന്റെ പൈസ ഒക്കെ തീർന്നു. വെള്ളടിച്ച് തീർത്തു. വെള്ളടിച്ച് കാശ് കയറും. കുടിക്കാൻ വേണ്ടി സിറ്റി വന്നേ? അല്ലല്ല, വെള്ളം കുടിച്ച് തീർത്തു. വെള്ളവും ഫുഡൊക്കെ കുടിച്ചപ്പോ തീർന്നു പൈസ. തീർന്നു കാശ് തീർന്നു. ഓക്കെ ശരി. അപ്പൊ നമ്മളിപ്പോ എന്താ ഇപ്പൊ നമ്മളെന്തായാലും നിന്നെ തട്ടാനാണ് പ്ലാന്. നമ്മൾ ആൾക്കാരെ പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും നീ ഇങ്ങനെ പാവം പോലെ സംസാരിക്കുന്നതാണോ? കറുത്ത ഷർട്ട്, നീല പാന്റ്, എവിടെ കണ്ടാലും അടിച്ചോന്നാ പറഞ്ഞിരുന്നു. കാറ്റടിച്ചായിരുന്നു ചന്ദ്ര വണ്ടിയില്. ഹലോ സർ, ഡൊമിറ്റോ പെട്ടി അഡ്രസ്സാ? പറയൂ ലക്സി. സാർ ഞങ്ങളൊരു കേസിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അത് കേസ് ഹാൻഡിൽ ചെയ്തോണ്ടിരുന്ന ഓഫീസർ ഇവിടെ ഇല്ല ഇപ്പൊ. ആണോ? ആരായിരുന്നു കേസ്? ഈ ചന്ദ്രബോസിന്റെ കേസും കാര്യങ്ങളും സാറിന് അറിയുന്നതാണ്. അല്ല, ചേട്ടന് അറിയുന്നതാണ് ഇവന്. അല്ല, പോലീസിനെ. ഹലോ, പോലീസ് സ്റ്റേഷന്റെ പേര് അടിപൊളി. അതെ, എന്റെ ഇംഗ്ലീഷ് കൊള്ളാം കേട്ടോ. ലാസ്റ്റ് അത്രയും നന്നായിട്ട് ഇംഗ്ലീഷിലെ നീതിന്ന് മംഗ്ലീഷില് എഴുതാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? ഇത് തന്ന കേസ് ഫയൽ അല്ലാണ്ട് വേറെ നിങ്ങൾ എന്തെങ്കിലും കേസ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? അതെ, ഇതാണ് എന്റെ അടുത്തുണ്ട്. നമുക്ക് എനിക്ക് കേസൊന്നുമില്ല സാർ, ഇയാൾക്കാ കേസുള്ളത്. പറയൂ, എന്തായിരുന്നു? എങ്ങനെ കേസിന്റെ ഇത് എടുക്കാം? ഡോക്യുമെന്റ് എങ്ങനെ എടുക്കാം? T/document. ഷോ അല്ല, കോപ്പി തരണേ. എങ്ങനെയാ? അത് എന്റെ വെച്ചിട്ട് ഈ ഞെക്കി കഴിഞ്ഞാൽ എന്റെ വരും. എനിക്ക് കിട്ടിയായിരുന്നു. പോലീസ് എന്റെ കൂടെ ഒരു ചോദിക്കട്ടെ, ഇത് നിങ്ങളുള്ള ഇതിനകത്തുള്ള ആൾക്കാരല്ലല്ലോ? അത്യാവശ്യമല്ല, കണ്ടുവന്നവരും ദൃസാക്ഷികളും ഇത് പറയുന്ന പെൺകുട്ടിയാണുള്ളത് ഇവിടെ. ആണോ? ഓക്കെ, വിളിക്കാം. നിങ്ങള് പോയിട്ട് വരും സാറേ. ഡോക്യുമെന്റ് സാറേ, ഡോക്യുമെന്റ് കോപ്പി സാറേ, ഡോക്യുമെന്റ് കോപ്പി ഇട്ടോ ഒന്ന് വായിക്കാൻ. എന്ത് സംഭവല്ലോ സാർ? ഞങ്ങൾക്ക് വായിക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അത് ഇദ്ദേഹത്തിന്റെ അല്ലേ കംപ്ലൈന്റ്? ഇദ്ദേഹത്തിനെ തരാൻ പറ്റുള്ളൂ. നിങ്ങളത് കത്തിച്ച് കളയരുതിട്ടാ. നമ്മൾ അങ്ങനെ ചെയ്യൂ. ചന്ദ്രൻ എന്റെ അടുത്ത് നോക്കി കയ്യില് സിഗരറ്റ് ഒക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ സിഗരറ്റ് ലിക്കർ കയ്യില്. വാവ്, അതുകൊണ്ടല്ലേ പിന്നെ കൊണ്ട് ഉടനെ കൊണ്ട് തന്നെ. സോ നൈസ്. ഒരു സെക്കൻഡ്. ആ മൊട്ടേനെ കണ്ട എവിടോ പരിചയം ഉണ്ടല്ലേ ചന്ദ്രു? ചന്ദ്രു എന്താ എന്താ എന്താ? അല്ല, മൊട്ടേനെ കണ്ട എവിടോ ഒരു പരിചയമുള്ള പോലെ. പല വേഷത്തി വരുന്ന കേട്ടുള്ളൂ. ഇപ്പൊ പീഡി വേഷത്തി കണ്ട്. സത്യം ഇപ്പൊ പോയില്ലേ? അവൻ അതിൽ എഴുതിയിരിക്കുന്നുണ്ടോ? റെസ്പെക്ട്ഫുള്ളി സെഡ് അങ്ങോട്ട് മാറി നിൽക്ക്. അങ്ങോട്ട് മാറി ഇരിക്കുന്നു. അവന്റെ കംപ്ലൈന്റ് ഉണ്ടോ പട്ടീര? അവനെ അടിച്ചിടണ്ടേ അപ്പൊ തന്നെ. അവനെ ഈ സ്പോട്ടിൽ അവനെ കൊന്നറിയാനാ തോന്നി എനിക്ക്. സത്യം പറയല്ല, വെറും റാസ്കൽ.
ബോസ് ആ ഹലോ എനിക്കൊരു 5 കോടി തരൂ, ഞാന് കേസ് പിന്മാറിക്കോളാം. പൈസ ഇല്ലാത്തോണ്ടാ. കേട്ടില്ല. ഒരു 5 കോടി. ഓ 5 കോടി. ഇത്ര ഉള്ളു. പൈസ ഇല്ലാത്തോണ്ടാ, സത്യം കിട്ടും. ഓ 5 കോടി 5 കോടി ഞാൻ തരണം. ഹായ് സാർ, ഹലോ ഹലോ. വരൂ. കഴിഞ്ഞില്ലേ? ഫസ്റ്റ് റൗണ്ടാണ് കേട്ടോ. ചീഫ് എന്ന് പറയണം. ചീഫ് സൂര്യ ബോസ്. അങ്ങനെയൊന്നുമില്ല. ഗേൾസ് ഇരുന്ന് എന്താ കുഴപ്പം? അത്ര മതിയോ? അയ്യോ എടി അവൻ നിനക്ക് ഒരു വണ്ടി വാങ്ങിച്ചു സ്നേഹത്തോടെ നിന്നെ ഇത്രയും ട്രീറ്റ് ചെയ്ത അലീന, നിനക്ക് എങ്ങനെ തോന്നുന്നുണ്ട് അവനെ കൈവെക്കാൻ നിനക്ക്? എന്തോ നാളെ അവന്റെ ഫോട്ടോ ഇതില് വരണമെന്ന് പറഞ്ഞു ചീഫിന്റെ അവിടെ. എന്താ സ്വഭാവോടി നിന്റെ? എന്ത് സ്വഭാവോടി നിന്റെ? അച്ഛന്റെ ഫോട്ടോ തള്ളയാണോ? നീക്കൊരു തള്ളയാണോ? നീക്കൊരു അമ്മയാണോ? അപ്പ മാതിരിയാണെങ്കിൽ അകത്ത് മറ്റേ വാണ്ടഡ് ലിസ്റ്റിൽ കുറെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, അതിൽ വരണേ. ചന്ദ്രബോസേ, ഇദ്ദേഹം പറഞ്ഞ കാര്യത്തില് നിങ്ങൾക്ക് എന്തൊക്കെ മറിച്ച് പറയാനുണ്ട്? ഐ മീൻ ഞങ്ങളുടെ സൈഡ് പറഞ്ഞ ഞങ്ങളുടെ സൈഡ് പറയുവാണെങ്കിൽ എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാള് എൻ്റെ ഗേൾഫ്രണ്ട് അടുത്ത് പേര് ഇതൊക്കെ ചോദിക്കുമായിരുന്നു. അന്നേരം അവള് ആണെങ്കിൽ പേര് പറഞ്ഞു. ഇതുപോലെ പേര് പറഞ്ഞപ്പോഴത്തേക്കും ഇയാളാണെങ്കിൽ വേറെ ഇയാൾ സംസാരിച്ച് അപമര്യാദയായിട്ട് പെരുമാറി. അതായത് ഇയാൾ സംസാരിച്ചു, അതായത് അയാൾ സംസാരിച്ചു സിംഗിൾ ആയിരിക്കും അല്ലേ, കണ്ടിട്ട് സിംഗിൾ ആണെന്നല്ല തോന്നുന്നത്, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു. അപ്പൊ എനിക്കത് ഞാൻ അടുത്തുണ്ടായിരുന്നു ആസ് എ ബോയ് ഫ്രണ്ട്, എനിക്കത് കേട്ടപ്പോഴത്തേക്കും കുറച്ച് ഇഷ്ടപ്പെട്ടില്ല അല്ലേ അലീന? അത് കഴിഞ്ഞിട്ട് അന്നേരം ഞാൻ ചോദിച്ചു പേരെന്താന്ന്, അന്നേരം പറഞ്ഞ് പൊളിശരത്ത്. അപ്പൊ എനിക്ക് ആ മനസ്സിൽ ആ ഒരു ദേഷ്യം ഓൾറെഡി ഇങ്ങനെ എനിക്കിങ്ങനെ ഇരിക്കുവാണ് ഇങ്ങനെ. അപ്പത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ പൊളിയാത്ത ശരത്ത് എന്ന് പറഞ്ഞു. അന്നേരം ഇയാള് ഭയങ്കര റേജായിട്ട് എന്നാ നീ അങ്ങോട്ട് പോയി മാറിയതി അങ്ങനെ എൻ്റെ അടുത്ത് റേജായിട്ട് പറഞ്ഞു. സാറേ അത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഹേർട്ടായത്. നല്ല വിഷമം. അപ്പത്തേക്കും ഇതുപോലെ ഇയാൾ എൻ്റെ അടുത്ത് കയറി ചൂടായപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചൂടായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അലീനയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അലീന ആളൊന്ന് കൈവയ്ക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായി സാറേ. കൈവച്ചു അലീന. അപ്പൊ തന്നെ ആളുടെ ബോധം പോയി. അപ്പൊ മർമ്മത്താണ് അലീന കയറി ആക്രമിച്ചത്. പണ്ട് കരാട്ടൊക്കെ ഈ പച്ച ഡ്രസ് സാറേ അപ്പൊ എവിടാണ് അങ്ങനെ കൈവെക്കേണ്ട സിറ്റുവേഷൻ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നത്. അല്ല, ഒരാളുടെ അടുത്ത് ഈ പറഞ്ഞ ആള് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഒരു തെളിവോ അല്ലെങ്കിൽ വേറെ ഒരു ഇത് കേട്ട സാക്ഷിയാണ്, സാക്ഷി നമ്പർ ഞാൻ കേട്ടു. സാറിന് എനിക്ക് പണ്ട് അറിയില്ലേ, കള്ളം പറയാറില്ല സാർ. അയ്യോ ഇരുന്നോടം കുഴിക്കുന്ന അല്ല സാർ, അലീനയ്ക്ക് ഒരു ബന്ധം പറ്റിയാണ്. പക്ഷെ അലീനയുടെ സൈഡിലാണ് ന്യായം. കാരണം ഞാൻ സത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് കാര്യം അറിയാലോ. ഇപ്പൊ തന്നെ മുട്ടി നടക്കും. ഇന്ന് പറ്റൂല സാറേ, ഇന്ന് പറ്റൂല സാറേ. ഇത് കേസ് പിൻവലിക്കാവുന്നേ. അവിടെ ഒരു സമാധാന ചർച്ചയാണ് സാറേ, നടക്കട്ടെ. ഇവ എന്റെ അടുത്ത് വൃത്തിയോട് സംസാരിച്ചു സാർ. ഒരു വെള്ള പേപ്പറിൽ ഒരു പരാതി എഴുതിട്ട് എനിക്ക് തരൂ. അല്ല, പരാതി ഉള്ളത് നമ്മൾ എടുക്കണം. അതെന്താ കൗണ്ടർ ഫയലിംഗ് ആണോ നോക്കിയിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിലേക്ക് നമ്മള് നമ്മൾ തെളിവിന്റെ ബേസിസിലാണ്. അതായത് തെളിവ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇയാള് ചത്തെന്ന് പറയുന്നത് അതിന് എന്തെങ്കിലും തെളിവുണ്ടോ സാർ? കൊല്ലുന്ന ആരെങ്കിലും കണ്ടോ? ഇരിക്കുന്ന ആരെങ്കിലും? കാരണം നിനക്ക് അത്രയും വയ്യ. പെണ്ണിന്റെ അടി കൊണ്ട് വീണപ്പോ തന്നെ നിന്റെ പകുതി നാണം പോയി. അവിടെ പകുതി ജീവൻ പോയി. ആണായാലും പെണ്ണായാലും കറക്റ്റ് ആയിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ ആരാ വീഴാത്ത? അത് സത്യം സാർ.
ഹോസ്പിറ്റൽ റെക്കോർഡ്സ് നോക്കട്ടെ, ഹോസ്പിറ്റൽ റെക്കോർഡ്സ് നോക്കട്ടെ. നോക്ക് സാർ, നോക്ക്, നോക്ക്. അപ്പോ സാറേ നല്ല ഊമ്പി ആർപ്പി. എന്നാ നീ നിന്റെ തന്തയുടെ ആർപ്പി പോയി കാണും മോനെ. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഈ പറയുന്ന ആളുടെ പേരാണ് ചന്ദ്രബോസ്. ഹലോ അവനെ പോലീസ് നോക്കിയോടാ. അന്ന് നമുക്കിവിടെ അലീൻ്റെ അടുത്ത് അപമര്യാദ പെരുമാറിയ തന്നെ നമ്മള് കേസ് കൊടുത്ത് അവനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. കേസ് കൊടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക. വരുന്നു കേട്ടോ, ഞാൻ വരുന്നേ. പീഡിയല്ലേ? പിടി. ആ ഭരത്ചന്ദ്രനുണ്ടോ അവിടെ? ഭരത്തില്ല. അവിടെ വേറെ ആരൊക്കെ ഉണ്ട്? ഇവിടെ വേറെ ഇവിടെ എനിക്കാണ് ഇപ്പം ഡ്യൂട്ടിയിലുള്ള ശുക്ലാംബരൻ. ശുക്ലാംബരൻ പേരാ. അവന്റെ ശുക്ലം ഞാൻ ചോദിക്കുമല്ലോ. ഞാൻ വരട്ടെ അങ്ങോട്ട്. സാർ അത് ഇതാണ് ഓഫീസറുടെ പേരാണ്. ഓഫീസർ, അത് ഓഫീസറിന്റെ പേര്. അവനെ കൊങ്ങയ്ക്ക് പിടിക്കുന്നതാണ് ഉദ്ദേശിച്ചത്. പെട്ടെന്ന് വരുന്നു കേട്ടോ. കാശ് തട്ടാനുള്ള പണിയാണ് ഈ കാണിക്കുന്നത്. എക്സ്ക്യൂസ് മീ, കുറച്ചു മുന്നേ എന്തോ പറഞ്ഞേ? കുറച്ചു മുന്നേ എന്തോ പറഞ്ഞേ? എന്താ പറഞ്ഞു? മ്യൂസിക് എത്തില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ എല്ലാത്തിനും എസ് പറഞ്ഞേ. ഇതൊക്കെ നിന്റെ കേസായിട്ടില്ല, ഇത് സ്ട്രോങ് അല്ലേ? ഇതിപ്പോ അവരല്ലേ അകത്തോത്തുള്ളൂ. ഇപ്പൊ എന്നെ കൊണ്ടുപോകും. ഞാൻ കണ്ണന്റെ കയ്യിലോട്ട് തരാവുന്ന അതെന്റെ ഓൾറെഡി വന്നു. കൊച്ചടിക്കല് ഇങ്ങനെ ബാലനെ അടിക്കണം എന്ന് പറഞ്ഞ അടുത്ത പ്രശ്നമാകും. ചന്ദ്രബോസ്, സാർ പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന ആൾക്ക് നിങ്ങളിപ്പോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എവിഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? സാർ എവിഡൻസ് പറഞ്ഞാൽ ദൃക്സാക്ഷി ഉണ്ട്. നമുക്ക് ഇയാൾക്ക് ദൃക്സാക്ഷി ആരും ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് ദൃക്സാക്ഷി ഉണ്ട്. അതാണ് ഈ ദൃക്സാക്ഷിയുടെ മുഖവിലേക്ക് എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ദൃക്സാക്ഷി എനിക്ക് മുമ്പ് അറിയാവുന്നതാണ്. എന്റെ മോനുണ്ട്. പിഞ്ച് കുട്ടി മനസ്സിൽ കള്ളവല്ലെന്നാണ്. പിഞ്ച് മനസ്സിൽ കള്ളമില്ലെന്നല്ലേ സാറേ? എന്തെങ്കിലും ബോഡി ക്യാം വിഷ്വൽസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റെക്കോർഡിങ്സ് എന്തെങ്കിലും ഉണ്ടോ? ബോഡി ക്യാം ഒന്നും വെക്കാനുള്ള സാഹചര്യത്തിലല്ലായിരുന്നു അന്നേരം. മാഡത്തിന്റെ ഭീഷണിപ്പെടുത്തുന്നു. കൊച്ചിനെ കരയിപ്പിച്ച് പിഞ്ച് മനസ്സിനെ വേദനപ്പെടുത്തി സാറേ. എന്താണോ താൻ കാണിക്കുന്നേ? കുഞ്ഞു പിള്ളേരെ കരയിപ്പിക്കുന്നതുകൊണ്ട് എന്ത് സുഖം കിട്ടുന്നത് എനിക്ക്? ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ കാണിക്കേണ്ടത്. ഞാനും ഇവനെ പോലെ പാവമായിട്ട് സംസാരിക്കാൻ പോവാ. പാവമായിട്ട് സംസാരിക്കുന്ന തന്നെയല്ലേ ഇതിന് മാനദണ്ഡം. ഓരോരുത്തരും പറയുന്നു, അതിനകത്തുള്ള പ്രൂഫ് ഇല്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രൂഫ് ഉണ്ടോ സാർ? അവന്റെ കേസ് ഇതാക്കാന്ന് നമ്മളോട് പറഞ്ഞു. പൈസ തട്ടിപ്പാണ് സാറേ ഇതിന്റെ മെയിൻ. അങ്ങനെ ഒരാളുടെ പൈസ വാങ്ങരുതല്ലോ. നമുക്ക് അധ്വാനിക്കാനുള്ള സാറേ നമ്മുടെ ഗാർഡിയനാണ് സാറേ. നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞങ്ങളുടെ തലമൂത്ത ആളാണ് ഞങ്ങളുടെ കുടുംബത്തില്. അപ്പൊ ആൾക്ക് സംസാരിക്കാൻ അതാണ് ജോക്കി. നമ്മുടെ വല്യച്ഛനാ സാറേ. നമ്മുടെ വല്യച്ഛനാണ്. ഒന്ന് വിളിക്കാത്ത കൊണ്ടുവരാൻ പറ്റുമോ? ആള് വന്നതാണ്, ഞാൻ തുറന്നു കൊടുത്താണ്. ഇപ്പൊ ആളോടിപ്പോയി. എന്തായാലും ശരത്ത്, ഞങ്ങൾ എന്തായാലും ഇതിനെ അന്വേഷിച്ച് ഞാൻ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് വെക്കട്ടെ. നമ്മുടെ പോലീസ് ഓഫീസർ വന്ന് നോക്കട്ടെ. മോശമായിട്ട് പെരുമാറും സാറേ. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യില്ല സാറേ. എന്നിട്ട് ഞാൻ എന്തായാലും നീ കൊള്ളാവലോടി വേണേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ രീതിയിൽ സംസാരിക്കുമ്പോ സാറേ ഒരു ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എനിക്കത് കണ്ടപ്പോ തന്നെ എനിക്ക് അവനെ ഇടിക്കാനാണ് തോന്നിയത്. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് കുറച്ച് കളിയാക്കി സംസാരിച്ചവനെ. അന്നേരം അലീനയ്ക്ക് അത്രയും പൊളിഞ്ഞിട്ട് അലീന കയറി കൈ വെച്ച് മർമ്മത്തി കൊണ്ട് ആള് അപ്പൊ തലറങ്ങി വീണ്. വിഷയം അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നീ ഇങ്ങനെ പെൺപിള്ളേരുടെ ഇങ്ങനെ അവന്മാരായിട്ട് പെരുമാറുന്നത് ശരിയായിട്ട് തോന്നിയോ? അല്ല ശരിയായിട്ട് തോന്നി. ശരിയാണോ തെറ്റാണോ? അദ്ദേഹം സംസാരിക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ അത് അപമര്യാദയായിട്ട് തോന്നിയതായിട്ടാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. നീ കൊള്ളാവലോടി പെണ്ണേ ഇങ്ങനെ പറയുന്നത് സാറേ. അതില് അണ്ണു പറയൂ.
ആ സാർ എന്താണ് സാറേ പ്രശ്നം? ഈ മിസ്റ്റർ പോളി ശരത്തിനെ ദേഹോപദ്രവം ചെയ്തു എന്നുള്ളതായിരുന്നു പോളി ശരത്തിന്റെ പരാതി. അത് മുഖാന്തരം ഇവരും മദനൂർ സ്റ്റേഷനില് ദേഹോപദ്രവം കയ്യേറ്റം. ആയതിനാൽ ഈ ചന്ദ്രബോസും അലീനയും പറഞ്ഞത് അലീനയുടെ അടുത്ത് അപമര്യാദയായിട്ട് ഇദ്ദേഹം പെരുമാറി, ഈ പൊളിശരത്ത് എന്നുള്ള ആ വ്യക്തി അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളത്. എന്ത് പേരല്ലേ സാർ അവന്റെ? എന്തൊരു പേരാടാ എടാ, മാന്യന്മാർക്ക് ഇടാൻ പറ്റിയ മോശക്കാർക്ക് ഇടാൻ പറ്റിയ ഓക്കെ, നമുക്ക് ശരത്ത് പേര് മാറ്റണം കേട്ടോ ഇന്ന് തന്നെ സാറേ. ഇവന്റെ പേര് മാറ്റണം കേട്ടോ ഇന്ന് തന്നെ. പൊളിശ്യാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വല്ലോ ഒക്കെ ഇടാം. പേരൊരാൾക്ക് വ്യക്തിപരമല്ലേ, പിന്നെ ആയിക്കോട്ടെ. സാറിനെ കാണുമ്പോ നല്ല പേരല്ലേ ശരത്ത് എന്നുള്ളത്? നല്ല പേരാണ്, നല്ല കിടലം പേരല്ലേ. എത്ര മഹാമാർക്കുള്ള പേരാ അത് സാർ. പക്ഷെ ഇങ്ങനത്തുള്ള വെമ്പോക്കികൾക്ക് അത് ഇടുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഒരു മഹാന്മാവിന്റെ പേര് പറയാവോ സാർ? സാർ ബാക്കി പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാരണത്താലാണ് ഇദ്ദേഹം പരാതി എന്നതിന് ഇവർക്ക് അതിനനുസരിച്ച് ഇവരുടെ അടുത്ത് ചോദിക്കാനിവിടെയാണ് ഇവര് വന്നിരിക്കുന്നത്. ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കായിരുന്നു. ഇവര് പറഞ്ഞു നീ ഈ കുട്ടിയെ കയറി പിടിച്ചോ. പിടിച്ചില്ല. അപമര്യാദ അലീനെ മോളെ, അപമര്യാദയായിട്ട് എന്താണ് ഈ മാക്കാൻ പെരുമാറിയത്? ഇങ്ങനെ ടൂണും അതൊന്ന് പറഞ്ഞേടാ പൊളിശരത്തെ. ഞാൻ പറഞ്ഞിട്ടില്ലടാ. പറയാത്തൊരു കള്ളം പറയുന്നോടാ, കള്ള പറഞ്ഞിട്ടില്ലടാ. ജോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇദ്ദേഹം ഇത് പറഞ്ഞു എന്നുള്ളത്? അത് പറഞ്ഞു ചോദിക്കാൻ പറ്റില്ലേ, ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. അറിയോ ശരത്തെ? അറിയോ? നിങ്ങള് നമ്മളിങ്ങനെ കുനിഞ്ഞിരിക്കുക ഇവിടെ. നമ്മളിങ്ങനെ എങ്ങനെ കാര്യം പറയാം. ഇത് മോനെ ഒന്ന് വാ തുറന്ന് പറയൂടോ കുട്ടാ. കേൾക്കുന്നില്ല ഞങ്ങക്ക്. മോനെ പുളിശരത്തെ ശരത്ത് പറഞ്ഞേ. മോനെ ശരത്തെ ഒന്ന് വാ തുറക്കൊന്ന്. പുളിശരത്തെ മോനെ അവൻ പെൺപിള്ളേരുടെ മിണ്ടുള്ളതാണ്. ശരിക്കും അങ്ങനെ പറഞ്ഞില്ല. ആളൊന്ന് വെള്ളം കുടിക്കട്ടെ. ഞാൻ ചോദിച്ചത് അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് അല്ല അടിച്ചിളക്കൂലേ സാറ്? കള്ളം പറയും ഈ കാര്യത്തിനൊക്കെ. എടോ പൊളിച്ചരത്തെ തനിക്ക് കേക്കാവോ? തനിക്ക് അച്ഛനുണ്ടോ? താൻ ആ കൊച്ചിന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയോ? ഇല്ല, എന്നെ പേരെന്താന്ന് ചോദിച്ചുള്ളൂ. അലീനെ പറഞ്ഞ ഡയലോഗ് എന്തായിരുന്നു അലീനെ? അതൊന്ന് പറഞ്ഞ മോനെ ഒന്ന്. ഇവിടെ ഇടിച്ചു കയറി പോന്നേ. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അങ്ങനെ ആക്കി തീർക്കണമല്ലോ ഇത് നൂരാൻ വേണ്ടിട്ട്. കഴിവറാ മോനെ, നിന്റെയൊക്കെ പ്രശ്നം എന്തുവാടാ? ഞാൻ എന്തുവാടാ ബോളനായിട്ട് തോന്നുന്നുണ്ടോ നമ്മളെ കണ്ടിട്ട്? ഒരു പെണ്ണ് അങ്ങനെയൊക്കെ പറയുമോ? അലീനെ നിന്റെ കുടുംബത്തിലോട്ട് കയറി വന്നപ്പോ നിന്റെ ചേച്ചിയെ കണ്ടപ്പോഴേ മനസ്സിലായി നിങ്ങളൊരു പോകൺ കട്ട കുടുംബമാണ്. പക്ഷെ ഇത്രയും തലനാടൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഒരു പെണ്ണിന്റെ എന്റെ പേര് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പൊ ചന്ദ്രൻ അടുത്ത് നിന്നിട്ട് നിന്റെ പേര് പൊളിയായിട്ട് തോന്നുന്നില്ലല്ലോ. അപ്പൊ അവൻ പറയാം അങ്ങോട്ട് മാറി നിൽക്കുക. ചന്ദ്രന്റെ അടുത്ത് പറഞ്ഞു ആ ഈഗോടെ പുറത്താണ് ഇതിപ്പോ അവൻ അടിച്ചു കൊന്നു. അല്ല ഇതിപ്പോ ഞാൻ എന്തോ മോനെ ചെയ്യേണ്ടതിനകത്ത് പറഞ്ഞു വരുത്തി തീർക്കണം. ഇങ്ങോട്ട് വന്നേ മോനെ. 1 കോടി രൂപ തരാം. അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സാറിന്റെ അടുത്ത് സമ്മതിക്കണം. മനസ്സിലായോ? നീ കൊള്ളാലോടി പെണ്ണെ. നാണം ഉണ്ടോടാ ഇങ്ങനെ പറഞ്ഞ? നിനക്ക് നാണം ഉണ്ടോ? നിനക്ക് പറയൂ. കൺമുന്നേ വെച്ച് പറഞ്ഞു സാറേ. സാറേ ഞാനൊരു കാര്യം വേണ്ട സാർ. ഞാൻ കാര്യം പറയാം. സാറേ
സാർ ഞങ്ങൾ ഈ കേസ് ഇവിടെ റെഡിയാണ് സാറേ. ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇവിടെ ഇതാണ് ഞങ്ങൾക്ക് കാശ് കൊടുക്കാം സാർ, കാശ് കൊടുക്കാം, കുഴപ്പമില്ല. എന്നാലും ഒരു സ്ത്രീക്ക് ഈ അവസ്ഥ വരില്ലേ സാർ? ഈ സാർ ഇനി ഇയാള് കാരണം വേറൊരാൾക്ക് ഈ അവസ്ഥ വരാതിരുന്ന സാർ ഞങ്ങൾക്ക് ഈ കേസ് തരും സാർ. ഞങ്ങൾ കേസ് ഇദ്ദേഹത്തിന് ഞാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. സാറേ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ സാറേ, ഈ 3 പേരെ പിരിച്ചു വിട്ടത് ഇവന്മാരെ കൊണ്ടുവന്നതിനാണോ അൺകോൺഷ്യസ് ആയിട്ട്? പിടിന്ന് 3 പേരെ പിരിച്ചു വിട്ടായിരുന്നു. അൺകോൺഷ്യസ് ആയിട്ടുള്ള ബോഡീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നവരും പിടി കൊണ്ടുവന്നു പറഞ്ഞു. ഞാനിപ്പോ ഡ്യൂട്ടി എടുത്തോളൂ, അപ്പൊ എനിക്ക് അതിന്റെ റിപ്പോർട്ട്സ് ഒന്നും വന്നിട്ടില്ല. കാണായിരുന്നു സാറേ, അത് കിടിലായിരുന്നു. സാറേ ഒരു കല്ലറൊക്കെ പണിത് കൊടുത്ത്. സാറേ ഇപ്പൊ ഞങ്ങൾ നമ്മള് പോലീസുകാരത്തിനെ നമ്മളങ്ങ് ക്ഷമിച്ചു വിട്ടേക്കുന്നു സാറേ. ഓക്കെ, പക്ഷെ എന്നാലും ഒരു സ്ത്രീക്ക് അവസ്ഥ വരില്ലേ സാറേ? നീ എന്തിനാ ക്ഷമിക്കുന്നത്? നീ എന്തിനാണ് നമ്മുടെ ക്ഷമിക്കുന്നത്? നീ ആരെ ക്ഷമിക്കാൻ? നീ ആരെ ഗുരുവാരപ്പനോ നമ്മുടെ ക്ഷമിക്കുന്നത്? നമ്മുടെ പെങ്കൊച്ചിനെ അങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങളെ ക്ഷമിക്കണ്ടേ? ക്ഷമിക്കണ്ടേ? നമ്മളെ ക്ഷമിച്ചെന്നാ കൊച്ചിന്റെ നല്ല മനസ്സ് നമ്മൾ ക്ഷമിച്ചു വിട്ടേക്കുന്നു സാറേ. ഇതൊരു പ്രശ്നമായിട്ട് മുന്നോട്ട് പോവാതിരിക്കുന്നത് സാറേ എനിക്ക് ഞാനെന്തിനാ നീ വിളിക്കുമ്പോ വരുന്നേ? കാര്യം പറ. അതെ 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 എന്തോ സാർ ഇവനൊക്കെ ഇങ്ങനെ പെമ്പിള്ളാരോടൊക്കെ ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിച്ചു സാറ് പിടിച്ച് ഇടിക്കണം സാർ. മറ്റേ ആ കരിക്കൊന്ന് തോർത്തി കെട്ടി 2 എണ്ണം മുതുകത്ത് തീരാതെ പ്രശ്നമുള്ള പാടില്ലാതാണ് മേളിന്ന് പറയണത്. സാർ തന്നായോ? അതൊന്നും പാടില്ല മേളിന്ന് തന്നേ സാറേ ഭരചന്ദ്രൻ സാറുണ്ടോ? ഇപ്പൊ ഏറ്റവും ടോപ്പ് ആരും ഇവിടെ ഉള്ളതില്. മോൻ അതൊന്നും വലിയ കാര്യം വെക്കണ്ട, നമ്മൾ ക്ഷമിച്ചു വിട്ട് മാപ്പ് സാക്ഷിയാക്കി എന്ന് പറഞ്ഞു പോയാ എന്താണോ നിനക്ക് പോകാൻ പറ്റാത്ത? നിനക്കെന്തോ പോകാൻ പറ്റാത്ത? അല്ല അവരെ പിരിച്ചുവിട്ടത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാണ്. ഞാൻ റേഡിയോയിൽ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചന്ദ്രബോസ് സാറേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പൊ 2 കൂട്ടരെയും പരാതി ഞാൻ ഈ ചന്ദ്രബോസിനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ട് ഞാനൊന്ന് സംസാരിക്കേണ്ടത്. സാറേ, മുച്ചിരി എന്നുള്ള ഒരാളെ വൈകുന്നേരം താങ്കള് പോലീസ് വണ്ടിയുടെ ഉള്ളിലിരിക്കെ വെടിവെച്ചിട്ടായിരുന്നു. അപ്പോ സാർ എന്റെ അനിയനാണ്. അനിയനെ എന്തിനാണ് വെടിവെക്കുന്നതെന്നുള്ള ഒന്നാമത്തെ ചോദ്യം. 2, പോലീസ് ജീപ്പിന്റെ ഉള്ളിലിരിക്കുന്ന ആളെ എന്തിനാണ് വെടിവെച്ചെന്നുള്ള 2ാമത്തെ ചോദ്യം. അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് ബീച്ചിൽ ഒരു ബൈക്കിന്റെ ബാക്കിൽ കയറിയിട്ട് രക്ഷപ്പെട്ടു. ഇതിനെപ്പറ്റി എന്താ താങ്കൾക്ക് പറയാനുള്ളത്? ഈ പറഞ്ഞ ഒന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതായത് എന്റെ അനിയനെ ആരെങ്കിലും അനിയനെ കൊല്ലോ സാർ? ഞാൻ അങ്ങനെ കൊന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാറേ എന്റെ ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പൊ തന്നെ വേറൊരു ഓഫീസറിനെ കണ്ടോ സാറേ? എന്റെ അതേ മുടി കളറ് വേറൊരു കളറ് ഇതുപോലത്തെ ആൾക്കാർ. അപ്പൊ എന്നെ പോലെ ഇരിക്കുന്നത് അപ്പൊ കാണുമ്പോ ചന്ദ്രബോസ് ആണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലത്തെ എന്നെ പോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ അവരായിട്ട് എന്തെങ്കിലും വിഷയം ആയെന്നാണ് എന്റെ വിശ്വാസം. ഇതിനെപ്പറ്റി ഞാൻ അറിഞ്ഞായിരുന്നു, ഞാൻ അന്വേഷിച്ച് നടക്കുക അയാളെ. വൈകുന്നേരം ആണ് നടന്നത്. വൈകുന്നേരം നമ്മള് നേരിട്ട് സംസാരിച്ചതാണ് ആ കപ്പലിന്റെ വിഷയത്തില്. ആ കപ്പലിന്റെ വിഷയത്തിൽ സാറേ അതെ താങ്കൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് മുഖാന്തരമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് മുച്ചിരിന്ന് ഞാൻ വണ്ടിയിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു കുറച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ടി. അതിന്റെ ഗ്യാപ്പിൽ വെച്ചാണ് താങ്കളെ കപ്പലിന്റെ അടുത്ത് വെച്ചിരുന്ന് നിറവേറ്റത്. അത് എന്തിനാന്നുള്ളത് വ്യക്തമാക്കണം. അത് എന്ത് ആയുധം വെച്ചോ ഉപയോഗിച്ചെന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് കേസ് എനിക്ക് വേണം, അതിനനുസരിച്ച് സമ്മതം. അതല്ലാന്നുണ്ടെങ്കിൽ വാറന്റ് ആയിട്ട് വരേണ്ടി. എന്താ നിങ്ങൾ ചെയ്യാൻ? നിങ്ങൾക്ക് വക്കീലായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണോ അതോ കേസിലോ കോംപ്രമൈസ് ആയിട്ട് സറണ്ടർ ആവാനോ? ഞാൻ പിടിച്ചു ആൾക്കാർ ചെതറി ഓടുന്നു സാർ. എവിടെ ചെതറി ഓടുന്ന ചെതറി ഓടുന്ന ആൾക്കാർ എല്ലാവരും 4 സൈഡിലോട്ട്. അപ്പൊ ഈ ഇടയ്ക്ക് വേറെ സാർ സാർ എന്റെ ഗണ്ണ് ഇല്ല സാർ. ഞാൻ എനിക്കിപ്പം അതായത് ഫാമിലി തന്നെ വേറിട്ട് മാറി ഒരു ആണവായുധം പോലും യൂസ് ചെയ്യുന്ന എന്റെ സാർ ചെക്ക് ചെയ്യാനാണെങ്കിൽ പോലും കയ്യില്ല പറയുന്നത്. സാർ നാമ്പട്ടി പോലാണ് സാർ ഞങ്ങള് അത് പരിശോധിക്കാടെ. അതൊക്കെ പറ്റിയില്ലേ സാറേ? അതൊക്കെ കയ്യൊക്കെ താത്തിയില്ലേ? അതൊക്കെ തപ്പി താഴെ സാറേ. അല്ല എന്തോ ഓക്കെ. ഇല്ല സാർ നോക്കി സാർ നോക്കി സാർ നോക്കി സാർ കൈവശമില്ലാത്ത സ്ഥാനത്തെ പറ്റി താങ്കൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അതെ അതെ സാറേ. കൈവശമില്ലാത്ത സ്ഥാനത്തെ പറ്റി താങ്കൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അതെ അതെ സാറേ. 101 ക്യാഷ് ഇരിപ്പുണ്ട്.
സാറേ അത് ഇവിടെ നിന്ന് ഒരു കൊച്ചു പയ്യനില്ലേ, അത് എന്റെ മോയില്ലേ, അവന്റെ കയ്യിൽ ഏതോ പയ്യൻ കൊടുത്തത്, അവന്റെ ഇത് പിടിച്ചു വാങ്ങിയത്. ഓക്കെ. സാർ പിന്നെ സാറെടുത്തോ. താങ്കള് താഴെ ഇരിക്കുന്നത് എന്താ സാറേ? എന്താ സാറേ? ഇത് ഞാനങ്ങ് എടുക്കാണേ. സാർ എന്തായിരുന്നു? തോക്കോ? കാർബൺ റൈഫിൾ ആയിരുന്നു സാർ. എന്തായിരുന്നു? കാർബൺ റൈഫിലോ? അപ്പൊ സാറിന്റെ കൈവശം വെച്ചതിന് സാറിനെ കഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സാറിന് അഡ്വക്കേറ്റ് ഉണ്ടോ? സാറിന്റെ റൈറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മൗനമായിരിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ പേരിലുള്ള ആരോപണം കൈവശം വെച്ചിരിക്കുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു വെപ്പൺ ആണ്, AR റൈഫിൾ ആണ്. സാറേ നിങ്ങൾക്ക് വക്കീൽ ഇനി ഞാൻ സത്യം പറയാം സാറേ. സാറേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ പുറത്ത് നിൽക്കുന്നില്ലേ അലീന എന്ന് പറയുന്നേ, അപ്പൊ പുള്ളിക്കാരത്തി ആളെ അടിച്ചിട്ടത് ആ തോക്ക് വെച്ചിട്ട. അപ്പൊ ഞാനത് തൊണ്ടി മുതൽ എന്തായാലും കാണിക്കണമല്ലോ, നമ്മളെന്തായാലും ഇതിനു വേണ്ടി ഒന്നേയില്ലേ. അപ്പൊ ചന്ദ്രൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്താന്ന് ചന്ദ്രന് നല്ല വ്യക്തത ഉണ്ടല്ലോ അല്ലേ? അതെ. അലീനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇവിടെ നിൽക്കാം സാർ. അലീനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് അടിച്ച ആണവായുധം ചന്ദ്രന്റെ കയ്യിലെല്ലാം ചോദിച്ചു. ആണവായുധല്ല, ആയുധം. വേറെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ഇവിടെ ഇല്ലേ? ഇല്ല. അതെ സാറേ. സാർ ഒന്ന് ചോദിച്ചോ അലീനെ അടുത്തൊന്ന്. ഇത് ആദ്യത്തെ കേസ് നമ്മളിവിടെ കോംപ്രമൈസ് ചെയ്താണ്. അപ്പൊ അതിനകത്തുള്ള തൊണ്ടി മുതലാണ് തൊണ്ടി മുതലാണ് അലീനെ ഇത് വെച്ചിട്ട് കറക്കി അടിച്ചത് അവനെ. പക്ഷെ ഈ ആയുധം വെച്ചിട്ടാണ് താങ്കൾ മറ്റേ ഓഷ്യൻ ഹൈവേ ബീച്ചിന്റെ അവിടെ വെച്ചിട്ട് മുച്ചിരിനെ എതിരെ ഫയർ ചെയ്തത്. ആ ഗണ്ണിനകത്ത് ബുള്ളറ്റും കാര്യങ്ങളും എടുത്ത് നോക്കണം. ബലിസ്റ്റിക് റിപ്പോർട്ട് നമുക്ക് കിട്ടും ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ അത് കിട്ടുന്ന സമയത്ത് സാറിനെ വിളിക്കാം, ഞാൻ ഒന്ന് ഹാജരായിക്കോളാം. 2, താങ്കളുടെ ഇതിൽ കൈവശം വെച്ച് മാരകായുധം കൈവശം വെച്ചതിലുള്ള കേസ് ഓൾറെഡി കൺവിക്റ്റഡ് ആണ്. ഉണ്ടയുണ്ട്. ഉണ്ട്. 2 മൂന്നാമത്തെ കാര്യം 422 ബുള്ളറ്റ് ഉണ്ട്. 420 സാറേ. അതന്നെ ഞാൻ ചോദിക്കുന്നത്, ഇതിന് മാത്രം മാരകായുധവും അതിന്റെ ശേഖരമായിട്ട് ഭീകരാക്രമണം നിർത്താൻ പോകണം. ഈ സാറേ ഭീകരാക്രമണം സത്യം സാറേ, ഇത് ഞാൻ അലീന അറിയാണ്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ആയുധം നമ്മുടെ കയ്യിൽ വെച്ചേക്കുന്നത് ശരിയല്ലല്ലോ സാറേ. അപ്പോൾ ഇതുകൂടി സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയിലാണ് വന്നത് സാറേ. ഇത് കുറ്റബോധം പേര് ജീവിക്കുന്നതല്ല നല്ലത് സാറേ, ആത്മഹത്യ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ജീവിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേസ് ഫുള്ളി കംപ്ലൈന്റ് ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേഷനിലോട്ട് തന്നെ വന്നത് എല്ലാരും കൂടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അലീനയോട് പറയൂ, ഇത് ഈ മാരകായുധം ഉപയോഗിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു തെളിവ് തരാൻ പറയും. ഉറപ്പായിട്ടും സാർ. ഞാൻ വിളിക്കുമോ അലീനെ? ഞാൻ ഇവിടെ നിൽക്കണം, ഞാൻ വിളിച്ചിട്ട് വരാം. ഓടാമല്ല വഴിയുണ്ട്. അതേ ഒരു വഴിയില്ലേ, ഗ്ലാസ് ആരെങ്കിലും പൊട്ടിച്ചേരുമോന്ന്? ഗ്ലാസ് ആരെങ്കിലും പൊട്ടിച്ചേരുവോടെ? നൈസായിട്ട് കൊണ്ടുവന്നെ ഇരുത്തിയാട്ടെ അതിൻ്റെ അകത്ത്. വല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക്, എന്തിൻ്റെ കഴപ്പായിരുന്നു എനിക്ക്. അലീന സിറ്റിസൺ ആണ്, കേസ് കൺവേർട്ട് ആവുന്ന കർമ്മ. എന്ത് കർമ്മ? നമ്മൾ എത്രയോ വലിയ കേസിൽ നിന്ന് ഊരിയിരിക്കുന്നു. പിന്നെന്താ വരാത്തവര്? കൊണ്ടുപോയാലിനെ ശരാന്തൽ. എന്താ ഇത്?
നിങ്ങൾ വരുമോ എന്നെ കഫിൻ ചെയ്തിട്ട്? ഒരു വെടിയേറ്റ സൗണ്ടല്ലേ കേട്ടത്? സാറേ സാറിനെ കൊന്ന്. ആര് ആരോ ആരോ ഒന്ന് ആരോ കൊന്ന് അങ്ങനെ ഇതിന്റെ അകത്ത് കൊന്ന്. എന്നെ കേരി അടിച്ച് കൊണ്ടുപോടി. ആരോ ഒന്ന് നീകമല്ല വന്നാ അറിഞ്ഞൂടാ. വേറൊരാളെ വെടി വെച്ചത്. പക്ഷെ സാറേ ഒന്ന് വിളിക്കുവോ? സാറിന്ന് വിളിക്കുവോ? എനിക്ക് അറിയണ്ട് കഫായി പോയതാ. കണ്ടില്ല ഒരു മാസ്ക് ഇട്ട ആളാ. മാസ്ക് ഇട്ട ആര്? മറ്റേ കൊണ്ടാണ്. സാറേ എന്നെ ഒന്ന് അൺകഫ് ചെയ്യാവോ? ഞങ്ങൾ ആക്ച്വലി സംസാരിച്ചോണ്ട് നമുക്ക് ഊരാൻ പറ്റത്തില്ല സാറേ. ആക്ച്വലി എന്താണെന്ന് അറിയാം, നമ്മുടെ ഒരു ഓഫീസർ ഇപ്പൊ ഡൗൺ ആയിക്കോ, അത് കാരണം കഫ് കഴിക്കാൻ പറ്റത്തില്ല. ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി. അല്ല പുള്ളിയല്ല. പക്ഷേ ലൈക്ക് നമുക്ക് പുള്ളി ഇപ്പൊ കഫായ സമയത്ത് എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. പുറത്തേക്ക് നിർത്താമോ? ഡൗട്ട്. എടാ എന്തൊക്കെയാ സംഭവിച്ചേ? മൂവ് ആവൂല അവിടെ നിന്ന്. ഇവിടെ നിന്ന് മൂവ് ഒന്നും ആവൂല. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? എനിക്ക് എത്തുമ്പോഴേക്കും കിട്ടുന്നില്ലല്ലോ. സാറിനെ സ്റ്റേഷനിൽ ഒന്ന് കൊല്ലേ. ഓട് ഓടടി. വണ്ടി പൊടി. വണ്ടിയുടെ പുറത്താടി. വണ്ടിയുടെ അപ്പൂ വെടിയപ്പും ബഹളോ അവിടെ. തീവ്രവാദികളോ അതാരത്? അത് ലീഗനാണോ? അത് ഇതെന്താ ഇത്? ലീഗിന്റെ വണ്ടിയാണല്ലേ. എടാ ആര് പിടി. എടാ വണ്ടി പിടിയടാ. ഒരു വണ്ടി അല്ലെങ്കിൽ ഇവിടെ നിർത്തടാ. എടാ കഞ്ചാവ് ചെറുക്കൻ. ഇതെന്താ നീ കാണിക്കണേ? ഹലോ അണ്ണു. ഒരു ഫയറിംഗ് മോനെ ചന്ദ്രു ഞാൻ അവരെ പിടിച്ചിരിക്കാം. കഫ് കാണൂലെങ്കിൽ അല്ല കഫല്ല. സൂര്യാത്തേറ വെടിയപ്പടാ. സാറേ ആ സാർ അറിയാണ്ട് കഫ് ചെയ്ത് തന്നെ എന്നെ അൺകഫ് ചെയ്യുമെന്നാ. ഇതെന്താ സാറേ അറിയാണ്ട് കഫ് ചെയ്തയാ. ചന്ദ്രു ഞാൻ പോയി 2 വെടി വാങ്ങട്ടെ, അങ്ങനെയാലും നമുക്കൊരു സിറ്റുവേഷൻ. അവൻ ആരവൻ? ആ വെടിക്കുന്ന ആരവൻ? ഇത്ര ധൈര്യം വെടിച്ച് കൊല്ലട അവനെ. പോയി
മോളിൽ കൊണ്ടു അണ്ണൂരിന്റെ അടുത്ത് അണ്ണൂരിന്റെ ഞാൻ ഇവന് പേരിട്ടു ഞാനൊരു പേരിട്ടെ അണ്ണു എന്റെ ആശാന ഇതാരാ ഇതാരാ ഇത് ശ്രീകുട്ടിയുടെ ഭർത്താവ് ഭർത്താവിന്റെ പേരെന്താ പരിചയപ്പെട്ടില്ലല്ലോ അറിയാണ്ട് കഫ് ചെയ്താ മാറ്റി തരണേ ഡിങ്ക. അങ്ങനെ നിങ്ങളുടെ പ്രശ്നം എന്താണ് ആക്ച്വലി? ഞാൻ ഇവന് ഭാസ്കറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നത്. ഞാൻ കുറച്ചാളെ ഇതിപ്പോ ഇതിനാണോ ഈ ഭാര്യയായിട്ടൊക്കെ വരുന്നത്? കുഴപ്പമൊന്നുമില്ല. നമ്മള് എന്താ പറയാ നമ്മുടെ അതാണ്ട ഭാര്യയുടെ തോളത്ത് ഇത് കണ്ടോ? സമ്മതിക്കത്തില്ല. ചൂടാവല്ലേ എല്ലാം പറഞ്ഞു ശ്രീകുട്ടി ശ്രീകുട്ടി നിന്റെ കുടുംബം എടുത്ത് ഞാൻ എസ്കലേറ്റർ ഇടയ്ക്കിട്ട് മറന്നാ ഇറങ്ങിപ്പോടാ. നിന്റെ ഭാര്യയാണോ? ഹലോ ഹലോ മോളുടെ ഭർത്താവാണോ അത്? പീഡിയുടെ ഫസ്റ്റ് ഉറപ്പാണോ? കുട്ടിയോട് തോന്നണ്ടേ? എന്താ നടക്കണേ? ആ അപരാധി മോൻ പോയോ? മറ്റവൻ രാമേന്ദ്രനോ? അറിയില്ല സാറേ. താഴത്തെ ഓഫീസറിന്റെ ഒരു പോലീസ് ഓഫീസറിനെ പീഡി കയറി കൊല്ലയോ? ആരാ കൊന്നല്ലേ ഒരു ഓഫീസറിനെ കയറി? ഇവിടെ കൊന്നറ ഒരു സാറിനെ ആ മുട്ട നമ്മള് സേഫാ. എന്നെ എടുത്തോണ്ട് ഓടിയുണ്ട് അല്ലെങ്കിൽ അവൻ എന്നെ കൊന്നറിഞ്ഞാനെ. ചന്ദ്രബോസ് കണ്ട ആളെ തിരിച്ചറിയാൻ പറ്റുമോ? അവിടെ വന്ന ആളെ തിരിച്ചറിയാൻ ആളുടെ ഒരു മറ്റേ ജെയിംസ് ബോണ്ടിന്റെ കാറാണ്. കാറോ? സ്റ്റേഷന്റെ ഉള്ളിൽ താങ്കള് കഫ് ചെയ്ത് വെച്ച അതേ റൂമിനകത്ത് ജീവൻ കൊണ്ട് ഞാൻ ഇറങ്ങി പെടഞ്ഞു ഓടുന്നതിന്റെ രീതിയിൽ അയാൾ കാർ ഓടിയില്ലല്ലോ സാറിന്. ഞാൻ എടുത്തോണ്ട് ഓടി തന്നെ മാസ്ക് ആയിരുന്നു, ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, മാസ്ക് ആയിരുന്നു ഫുള്ള്. ഒരു പിസ്റ്റല് മൂട്ടില്, സാധാ പിസ്റ്റൽ അല്ല സാർ, അത് വേറൊരു സർപ്രൈസ്ഡ് ആണോ? ആ യെസ് യെസ് യെസ്. ഓക്കേ, സർപ്രൈസ്ഡ് ആണ്. എന്തായാലും ചന്ദ്രബോസ് താഴെ ഇറങ്ങും. ഓ സാർ ഞാൻ പേടിയോണ്ട് ഞാൻ പെട്ടെന്ന് കയറിയാണ്. എന്നെ ഒന്ന് ഇറക്കോ സാറിന് അഴിച്ചിരുന്ന കാലിട്ട് സംസാരിക്കാറുണ്ട്. ഇത്രയും വലിയ സിറ്റുവേഷൻ നടക്കുമ്പോഴത്തേക്ക് നമ്മളോട് കൂടെ നിൽക്കണ്ട നിങ്ങളെ സാറേ. ഇത്രയും നമുക്ക് സാറേ അവനെ ഞാൻ പിടിച്ചു തരും സാർ. എനിക്കൊരു 5 മിനിറ്റ് ഇതാ ലക്ഷ്യം വണ്ടി എടുത്താണ്. ഇന്ന് അവനെ ഈ പീഡിക്കരുത്. സാറേ നമ്മൾ ഉത്തരവാദിത്തമുള്ള സിറ്റിസൺ ആണ്. നമ്മളെ പീഡിക്കട്ട് ഒരു ഓഫീസറിനെ നല്ല വക്കീലിനെ വെച്ചേര്. ഞാൻ പറഞ്ഞ കാര്യത്തിന് എനിക്ക് സാറേ നോക്കിയിട്ട് ഡ്രസ് ഇടുമ്പോഴത്തേക്ക് പറഞ്ഞ ഹാജരാവാം സാർ. ഓക്കെ, ഞാൻ എന്തായിരുന്നാലും ചാർജ് ഷീറ്റ് ആയിട്ട് വരാം. ഓക്കെ സാർ. നിങ്ങൾ ഈ അന്തരീക്ഷം ഒന്ന് കൂളാവണ ഒന്ന് മാറിക്കട്ടെ ഇവിടുന്ന്. ഓക്കെ ഓടിച്ചോളിക്കോ. ആരാ